നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 27 തിങ്കളാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്ക് നമ്മൾ ചുവടുവെക്കാൻ പോവുകയാണ്. കാരണം ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഈ ആഴ്ചയാണ്. കൂടാതെ ബഡ്ജറ്റ് ഫെബ്രുവരി 1 അന്ന് ഇന്ത്യൻ മാർക്കറ്റുകൾ ഓപ്പൺ ആയിരിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ ഈ ആഴ്ച ആരംഭിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് അത്ര ശുഭകരമായിട്ടല്ല. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 150 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്ന നിലയിലാണ്. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വരാം. ഒരു പിടി എക്കണോമിക് ഡാറ്റകളും ഈ ആഴ്ച പുറത്തു വരാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിന് മുന്നോടിയായി US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ഇടിഞ്ഞു. ടെക്നോളജി സെക്ടർ തന്നെയാണ് US കൂടുതൽ നഷ്ടം വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. ഇനി ഫെഡറൽ റിസർവ് മീറ്റിംഗ് നടക്കുന്നത് ജനുവരി 28, 29 തീയതികളിലാണ്. റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് CME ഫെഡ് വാച്ച് ടൂളും പറയുന്നത്. ഇനി ഒരു റേറ്റ് കട്ടിന്റെ സാധ്യതകൾ കാണുന്നത് ജൂൺ മാസത്തിൽ മാത്രമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഫെഡറൽ റിസർവ് മീറ്റിംഗ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ ഇൻഫ്ലേഷൻ കൂട്ടുമോ എന്ന ആശങ്കയും നിക്ഷേപകർക്കുണ്ട്. മെക്സിക്കോ, കാനഡ, ചൈന, യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്കുള്ള താരിഫ് ഏർപ്പെടുത്തുന്നത് ഫെബ്രുവരി 1 നടത്താനിരിക്കുന്നത്. എന്നാൽ മേജർ പ്ലാനുകൾ അനൗൺസ് ചെയ്യുന്നത് ഏപ്രിൽ 1 എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള താരിഫുകൾ ഇന്ത്യക്കെതിരെ വരികയാണെങ്കിൽ അത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഇനി വെള്ളിയാഴ്ച US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 0.46% ഇടിഞ്ഞു. വിപ്രോ 0.80% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.23% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 1.07% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1% നഷ്ടമുണ്ടാക്കി. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.42% ഇടിഞ്ഞത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഫ്രാൻസ് മാർക്കറ്റ് CAC മാത്രമാണ് പോസിറ്റീവിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. സ്പോട്ട് ഗോൾഡ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ലെവലിലാണ് എത്തി നിൽക്കുന്നത്. കേരളത്തിലെ ഇന്നലത്തെ ഗോൾഡ് നില എന്ന് പറയുന്നത് പവന് 60,440 എന്ന നിലയിലാണ്. വിപണി ഒത്തിരിയേറെ വോളറ്റൈൽ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാർക്കറ്റിൽ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും ഈ ഗ്രൂപ്പിൽ തന്നെയാണ് നൽകാറുള്ളത്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഇപ്പോൾ ഫോക്കസിലുള്ള റിസൾട്ടുകളിലേക്ക് തന്നെയാണ്. ആദ്യം ICICI ബാങ്കിന്റെ റിസൾട്ടിലേക്ക്. നെറ്റ് പ്രോഫിറ്റിൽ 15% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 11,792 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കൂടാതെ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ആയിട്ട് പുറത്തു വന്നിരുന്നത് 11,495 കോടി രൂപയായിരുന്നു. അതായത് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് തന്നെയായിരുന്നു ICICI ബാങ്കിന്റെ ഭാഗത്ത് നിന്നും വന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 20,371 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. അഡ്വാൻസസിലും ഇൻട്രസ്റ്റ് ഇൻകത്തിലും ശക്തമായ വളർച്ച തന്നെയാണ് ഉണ്ടായത്. നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു ICICIയുടെ ഭാഗത്ത് നിന്നും പുറത്തു വന്നത്. മറ്റൊരു മികച്ച റിസൾട്ട് പുറത്തു വന്നത് യെസ് ബാങ്കിൽ നിന്നായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 3 മടങ്ങിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത്. 612 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. പ്രൊവിഷൻസ് ഫോർ ബാഡ് ഡെബ്റ്റ്സിൽ കുത്തനെയുള്ള കുറവ് വന്നതാണ് ഈ നെറ്റ് പ്രോഫിറ്റ് ഇത്രയധികം ഉയരാൻ കാരണമായത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 10% വർധനവ് രേഖപ്പെടുത്തി. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. 2.4%. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 1079 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 864 കോടി രൂപയിലായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. മികച്ച റിസൾട്ട് തന്നെയായിരുന്നു യെസ് ബാങ്കിൽ നിന്നും പുറത്തു വന്നത്. എന്നാൽ ഒരു മോശം റിസൾട്ടുമായി മറ്റൊരു ബാങ്ക് വന്നത് IDFC ഫസ്റ്റ് ബാങ്ക് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 53% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. ഹയർ പ്രൊവിഷൻസും കണ്ടിജൻസീസുമാണ് ഈ പ്രോഫിറ്റിലെ ഇടിവിന് കാരണം. പ്രൊവിഷൻസിൽ ഒരു വർധനവാണ് കാണുന്നത്. അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം NTPC. നെറ്റ് പ്രോഫിറ്റിൽ 3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 4,711.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.8% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എബിറ്റയിൽ 20.3% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 47.2% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 449.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.6% വർധനവും രേഖപ്പെടുത്തി. 2,560 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 11.1% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് JK സിമന്റ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 33.2% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 189.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.2% ഇടിവും കമ്പനി രേഖപ്പെടുത്തി.
അടുത്തത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആണ്. ഇൻഡിഗോ നെറ്റ് പ്രോഫിറ്റിൽ 18.3% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 2448.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.7% ഇടിവ് രേഖപ്പെടുത്തി. 22,110.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് JSW സ്റ്റീലാണ്. നെറ്റ് പ്രോഫിറ്റിൽ 70.7% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 719 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.3% ഇടിവ് രേഖപ്പെടുത്തി. എബിറ്റയിൽ 22.3% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്തത് മാക്രോടെക് ഡെവലപ്പേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 87% വർധനവ് രേഖപ്പെടുത്തി. 944.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 39.3% വർധനവ് രേഖപ്പെടുത്തി. 4083 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത NTPC ഗ്രീൻ എനർജി എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ നല്ലൊരു വർധനവുണ്ടായി. 82.3% വർധനവ് രേഖപ്പെടുത്തി. 89.4 കോടി രൂപയിലാണുള്ളത്. റവന്യൂവിൽ 4.1% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. മറ്റൊരു കമ്പനി ശക്തി പമ്പ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 130.3% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 104.05 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 30.9% വർധനവ് രേഖപ്പെടുത്തി. 648.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ കോൾ ഇന്ത്യ, ടാറ്റ സ്റ്റീൽ, ACC, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അദാനി ടോട്ടൽ ഗ്യാസ്, ആദിത്യ ബിർള സൺലൈഫ് AMC, അപ്പോളോ പൈപ്സ്, അദാനി വിൽമർ, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ഇമാമി, ഫെഡറൽ ബാങ്ക്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, കെയ്ൻസ് ടെക്നോളജീസ് ഇന്ത്യ, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, പിരാമൽ എന്റർപ്രൈസസ്, പെട്രോനെറ്റ് LNG, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സുന്ദരം ഫാസ്റ്റനേഴ്സ്, വെൽപ്സൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ്, വണ്ടർല ഹോളിഡേയ്സ് തുടങ്ങിയവയാണ്. മറ്റ് എല്ലാ കമ്പനികളുടെ പേരും നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബന്ധൻ ബാങ്ക്, കാൻഫിൻ ഹോംസ്, ഡിക്സൺ ടെക്നോളജീസ്, ഇന്ത്യ മാർട്ട് ഇന്റർമെഷ്, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, മഹാനഗർ ഗ്യാസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓപ്ഷൻസിനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ നമുക്കിടയിലുള്ള ധാരാളം ആളുകൾക്കുണ്ട്. ഓപ്ഷൻസിന്റെ പക്ക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ധാരാളം പേർ പണം കളയുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ചെയിന്, ഏത് സ്ട്രൈക്കാണ് നമ്മൾ എടുക്കേണ്ടത്, ഓപ്ഷൻ ഗ്രീക്സ് എന്താണ് തുടങ്ങിയ ധാരാളം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചുരുങ്ങിയ 4 ക്ലാസ്സുകൾ കൊണ്ട് പഠിക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരം ഞങ്ങൾ ഇവിടെ ഒരുക്കുകയാണ്. വെറും 2000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ കഴിയുന്നു എന്നതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ബാച്ചിൽ 25 സ്റ്റുഡൻസിനെ മാത്രമേ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FISന്റെ സെല്ലിംഗിൽ ഒരു കുറവാണ് വെള്ളിയാഴ്ച കാണാൻ കഴിഞ്ഞത്. 2758 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തത്. DIS ആവട്ടെ 2402 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ധാരാളം ഇവന്റ്സുകൾ നടക്കാനിരിക്കുന്ന ഒരാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ റെഡിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.06% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.07% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,970 എന്ന നിലയിലാണ്. 162 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയുടെ ഈ ഒരു നില വെച്ച് ഏകദേശം 140 മുതൽ 145 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ നില വെച്ച് സാധ്യതയുള്ളത്. ഈ ആഴ്ച ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സുകളിലേക്കാണ്. ആദ്യം റിസൾട്ടുകൾ തന്നെയാണ് ഈ ആഴ്ച ഫോക്കസിൽ ഉണ്ടായിരിക്കുക. അതിനുശേഷം ചൈനയിൽ നിന്നുമുള്ള മാനുഫാക്ചറിംഗ് PMI ഡാറ്റ തിങ്കളാഴ്ച പുറത്തു വരും. ബുധനാഴ്ച EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്സ് ചേഞ്ച് ഡാറ്റയാണ് പുറത്തു വരുന്നത്. വ്യാഴാഴ്ചയാണ് ഇൻവെസ്റ്റേഴ്സ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഇവന്റ് നടക്കുന്നത്. ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് അന്നേ ദിവസമുള്ളത്. പതിവ് പോലെ US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എല്ലാ വ്യാഴാഴ്ചത്തേതും അന്ന് പുറത്തു വരുന്നുണ്ട്. ജനുവരി 31 വെള്ളിയാഴ്ച പുറത്തു വരുന്നത് എക്കണോമിക് സർവേ ഡാറ്റയാണ്. കൂടാതെ ഇന്ത്യയിൽ നിന്നും ഫിസിക്കൽ ഡെഫിസിറ്റ് ഡാറ്റയും ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റയും പുറത്തുവരും. ശനിയാഴ്ചയാണ് ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് നിർണായകമാവുക. കാരണം യൂണിയൻ ബഡ്ജറ്റ് ശനിയാഴ്ച ഫെബ്രുവരി 1-ാം തീയതിയാണ് നടക്കുക. അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പണുമായിരിക്കും. ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇവന്റ്സ്. ഓയിൽ പ്രൈസുകളിലേക്ക് 4 ആഴ്ച നീണ്ട തുടർച്ചയായ നേട്ടത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച ഒപ്പക്കിനോട് ക്രൂഡ് ഓയിൽ പ്രൈസുകൾ കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞത്. ഇപ്പോൾ ഓയിൽ ഫ്യൂച്ചേഴ്സ് ഉള്ളത് കനത്ത ഇടിവിൽ തന്നെയാണ്.
ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 76.70 എന്ന നിലയിലാണ് 1.06% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $73.92 പെർ ബാരൽ എന്ന നിലയിൽ 1% മുകളിൽ നഷ്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 23,092 113 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 23,350 മുതൽ 23,400 വരെയുള്ള ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് കാണിക്കുന്നത്. അതായത് ജൂൺ 16, 21, 24 തീയതികളിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ലെവലിൽ നിന്നും നിഫ്റ്റി ഡൗൺ ആവുന്നതും കണ്ടു. അതായത് ഈ ഒരു ഏരിയയിൽ നമ്മൾ അങ്ങേയറ്റം കോഷ്യസ് ആയിരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ ഡൗൺ സൈഡിൽ 23,000 മുതൽ 23,050 വരെയുള്ളത് പലതവണ സപ്പോർട്ട് എടുത്ത ഒരു സ്ഥലം തന്നെയാണ്. അപ്സൈഡിലെ പോലെ തന്നെ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണത്. ഒരുപക്ഷെ ഈ രണ്ട് വശത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ അതൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മൂവ് ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ അങ്ങനെയാണെങ്കിൽ 22,780 തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി വരുന്നത്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ഒരു ലോങ് ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയായിരുന്നു വീക്ക്ലി ചാർട്ടിൽ ഫോം ആയത്. ഇനി മന്ത്ലി ചാർട്ടിലേക്ക് വന്നാൽ ഒരു ലോങ് ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. മന്ത്ലിയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം ബിയറിഷ് വോളിയം കുറഞ്ഞു വരുന്നു എന്നത് തന്നെയാണ്. ലോങ്ങർ ടൈം ഫ്രെയിമിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 ആണ്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 22,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,000 സ്ട്രൈക്കുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് ഇനി പറയുന്നത്. 23,100 സ്ട്രൈക്കിൽ 9% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ 61% വർധനവ് കോൾ സൈഡിൽ കാണാം, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ്. 23,050 സ്ട്രൈക്കിൽ 32% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിലും 32% തന്നെ വർധനവാണ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 23,150 സ്ട്രൈക്കിൽ 35% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 142% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് കുറച്ചുകൂടി ശക്തിയായിട്ട് നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,367 221 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 45,000 സ്ട്രൈക്ക്, അതിനുശേഷം 45,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നാൽ ബാങ്ക് നിഫ്റ്റിയും ബിയറിഷ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഡെയിലി ചാർട്ടിൽ ഫോമായ ആ ഒരു പിൻബാർ ക്രോസ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല. പിന്നീട് ഫോം ചെയ്ത 2 ക്യാൻഡിലുകളും ബിയറിഷ് ക്യാൻഡിലുകളായിരുന്നു. അതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഇനി ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,287 ആണ്. അതിനുശേഷം 47,533 നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനു മുന്നേ ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ലോ ആയിട്ടുള്ള 47,900-ഉമാണ്. ഇനി വീക്ക്ലി ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇൻവേർട്ടഡ് പിൻബാറാണ് ഇതിന് മുൻപത്തെ ആഴ്ച ഫോം ആയിരിക്കുന്നത്. അതിനുശേഷം ഈ ആഴ്ച ഫോം ആയത് വലിയ അപ്പർ വിക്കോട് കൂടിയുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ്. അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക്. തുടർച്ചയായ 2 ദിവസത്തെ ഇടിവിന് ശേഷം വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് ഉയർന്നു. 16.74 0.30% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ള ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നതും. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.